Hello guys, good morning. Welcome back to day in my daily vlogs. ഇന്ന് ഞങ്ങൾ എണീറ്റപ്പോൾ എത്ര മണിയെന്ന് അറിയോ? 9 മണിയായിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി 2 മണി ഒക്കെ ആയിട്ട് ഉറങ്ങിയപ്പം തേവര് വന്നപ്പോൾ തന്നെ 1 മണി ഒക്കെ ആയി. ജിംബ് മാത്രം കണ്ടില്ല ഞാനെന്ന്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ ഐഫോൺ 17ലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പല്ല് വെക്കാമോ? ചിത്തിര കയ്യിലെന്തുണ്ട് മയക്കച്ചി പല്ല് തേക്ക് ഇതാ പിടിച്ചു. ബ്രഷ് വേണ്ട. ഡോർ അടച്ചോ? ബാത്റൂമിന്റെ ഡോർ അടച്ചോ? ലൈറ്റ് ഓഫ് ചെയ്യേ. അപ്പ ഇട്ടോ നോക്കട്ടെ അമ്മ. കൺഗ്രാറ്റുലേഷൻസ് കണ്ണ. അപ്പി കളഞ്ഞിട്ട് വരാട്ടെ. അപ്പു ഇവാണ് കണി. അല്ലേ ഓക്കെ. അപ്പൊ ഒരു ഉമ്മ കൊടുക്കട അച്ഛക്ക്. പല്ലൊക്കെ തേച്ചല്ലോ. പല്ല് തേപ്പ തേപ്പിക്കായിരുന്നു. മസാല ദോശ. മസാല ദോശ. മസാല ദോശ കഴിച്ചേ. കേട്ടോ നമുക്ക് വിഷമുണ്ടോ? പത്തര അല്ലേ? തെറ്റല്ലേ? ക്ലോത്ത് തെറ്റാന്നല്ലേ? അതെയോ? സമയം അപ്പൊ നേരിട്ടുണ്ടാവില്ല. ചേച്ചി ഓട്സിന്റെ പാത്രം എടുത്ത് വെച്ചേ. ഇപ്പൊ പോരെ നടക്ക. വരണ അയ്യോ എന്റെ ഓട്സൊക്കെ പോയേ. ഇല്ലടാ വാട പൊന്നെ. കണ്ണൻ എടുത്ത ഫുഡ് കണ്ണൻ കഴിച്ചു. ഗുഡ് ബോയ്. വെള്ളം വേണോ? അരിയടാ അത് നോക്കിയവാ. വെള്ളത്തിന്റെ ഗ്ലാസ് കാണിച്ചേർന്ന്. വെള്ളാണ് വേണ്ടേ? അമ്പനാ ചോദിച്ചു വാങ്ങിക്കാനൊക്കെ ആയി അല്ലേ? സൂപ്പർ. അമ്മ വെള്ളം തരാം. കുറച്ചൊരു വെള്ളം കേട്ടോ. നമുക്കിവിടെ എന്താ ചെയ്യാ? ചാർജുണ്ടോ? ചാർജ് പോയിരുന്നു. എന്തൊരു തപ്പ സമയം. അപ്പൊ നമുക്കിനി ഒരുങ്ങാൻ പോവാ. എൻ്റെ കുട്ടിയുടെ ഡ്രസ്സിന്റെ ബട്ടൺ പോലും ഇട്ടിട്ടില്ലേ? ചാച്ച കൊടുത്തേ.
ഫോണിന് ടാറ്റ കൊടുത്ത് ടാറ്റ. അച്ഛടാ മുഖമൊക്കെ ഇരിക്കണോക്ക് ജലദോഷമോ ഒക്കെ ആക്കി. ഇല്ല, ഞങ്ങൾ ഉറങ്ങാൻ പോകണം കേട്ടോ. കാരണം നല്ല ഉറക്ക ക്ഷീണുണ്ട്. എന്റെ തലയിലുണ്ടായിരുന്ന പാൻറ് എന്ത് ചെയ്യേ? അപ്പൊ എടുത്തുകൊണ്ടിരുന്നല്ലേ? വാ, പ്ലേറ്റ് ഒക്കെ എടുത്ത് വയ്ക്കാൻ ആരൊക്കെ കൂടെ നമ്മുടെ കൂടെ? ഗുഡ് ഗേൾ. ഒരു പ്ലേറ്റ് വിളക്കിന്റെ മേലെയാണല്ലോ. ഇതാ 2. അത് അപ്പു കൊണ്ട് ശരിയല്ലടാ. ഇത് ജിമ്പൂനും അപ്പൂനും. പിന്നെ നമ്മള് കപ്പ് വേണം അല്ലേ? കപ്പ് പറഞ്ഞു തരാം. വാ, ഒന്ന് എടുത്തുകൊണ്ടേടാ, ഒന്ന് എടുത്തുകൊണ്ടേ വായോ. പിടിക്കൂ. മസാല ദോശ, സാമ്പാർ, ചമ്മന്തി. സൂക്ഷിച്ച് പിടിക്കണേ. അയ്യോ കണ്ണൻ എന്തിനാ കറിയണേ ബ്രോ? മേലെ കയറാൻ നോക്കാം. എന്നാ ചേച്ചി അടിപൊളിക്ക് വെള്ളം പോണം. മസാല ദോശയും സാമ്പാറും ചമ്മന്തിയും കാപ്പിയും. എല്ലാം പാൽക്കാപ്പി. ഞാൻ അതല്ലേ. ഇതാ കപ്പിൽ, ഓരോ കപ്പിലെടുത്തോ. മീനുക്കി നീ താനെൻ മുട്ടക്കലക്കി. അപ്പൊ വേണ്ട. അയ്യോ, ആ ഗ്ലാസ് ആവുമ്പോ ബുദ്ധിമുട്ടാടാ. നീ കപ്പെടുക്ക്, അല്ലെങ്കിൽ അത് വേഗം കൊണ്ടുപോയാൽ മതി. ഓരോന്നോരോന്ന് കൊണ്ടുപോ, അടിയിൽ പിടിച്ചിട്ട് കൊണ്ടുപോ. ദീപം ദീപം സന്ധ്യ, ദീപം ദീപം കയ്യിൽ സന്ധ്യ, ദീപം 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 സന്ധ്യ, ദീപം. ഒരു കപ്പും കൂടി ഉണ്ട് കേട്ടോ. വേഗം വരുന്നോളൂ. ശിവച്ച് സുടുസുടാ ദോശ ചുട്ട് തരുന്നതായിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ബ്രോ വായിടോ. അപ്പൂൻ്റെ മുടിക്കൊരു ഹെയർ ബാൻഡ് തരട്ടമ്മ. ഹെയർ ബാൻഡ് നമ്മൾ ജിമ്പൂരും വേണോ? തരാം. ഇന്നലെ നമ്മൾ ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്യാസ് തന്നെ പിടിച്ച കണ്ണ പിടിക്കടാ, പിടിച്ച. ഇനി നമുക്ക് ഇവിടെയാണ് അത് കബോർഡിൽ ഒരെണ്ണം. ഓക്കെ, ഇതാ അവിടെ വെച്ച് എന്തിനാ വെച്ച് കൊടുക്കുന്ന? ഇതാ ഇതാ എനിക്ക് ഏതായാലും കുഴപ്പമില്ല. എനിക്ക് അവിടെ ഇരിക്കണത് കണ്ണനെ കൈ വെച്ചിട്ടാണ് എടുക്കണത്. പക്ഷെ ദോശ ഇല്ലേ? ഓരോ പ്ലേറ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ. അപ്പോൾ ഷീബേച്ചി അവിടെ വെച്ച് തരും. അപ്പോൾ ആ പ്ലേറ്റ് അങ്ങോട്ട് വെക്കടാ. പ്ലേറ്റ് അങ്ങോട്ട് വെച്ചെടുക്കുക. ഷീബേച്ചി ആക്കി ഇട്ട്. ചൂടുണ്ടോ? ചേച്ചി ഇട്ട് കൊടുക്കുക ചേച്ചി. ചൂടില്ലേ അപ്പോൾ? അപ്പോൾ ഒരു ദോശ നീ അവിടെ കൊണ്ടുപോയി എടുക്ക്. ഇത് ഒരു ദോശ എടുത്തോടെ. അപ്പോൾ പണിയെടുക്കാത്ത ജനതയെ എടുത്തു കൊടുത്തോ. അതിന്ന് ആദ്യത്തെ ദോശ ചൂടുണ്ടാവില്ലടാ. ഓക്കെ, ഇനി അടുത്തത് അവിടെ ഇരിക്കും. താഴെ ഇരുന്ന് കഴിക്കപ്പോ. മസാല ഉണ്ട്, ചമ്മന്തി ഉണ്ട്. എവിടെ കഴിക്കാൻ വേടോ? ഇന്നെൻ്റെ ലൈവ് വ്ളോഗാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആയിരുന്നില്ല. സംസാരിച്ചുകൊണ്ട് ലൈവ് വ്ളോഗ് എടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇയാളെ സീറ്റിംഗ് ഒന്ന് മാറിയോ? ഇല്ലില്ല, രാജാവ് അവിടെ തന്നെ. എന്ത്
ആ കരയില. ആ ആ നോക്കട്ടെ. അച്ഛാ ഞാനില്ലേ ഇതാ പിടിക്ക് 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 എന്റെ കൈ ബ്രോ. ആ ചെക്കൻ വലുതായേ, കൈ ഒടിഞ്ഞേ. അവൻ കഴിക്കും. അതാ ഏതാളുടെ സ്വത്തുമണിയാണെങ്കിലും. അപ്പൊ ഒരു മസാല ദോശയുടെ മസാല വേണ്ടേ? ഇതാ വേണ്ട. ആ ഇഷ്ടായിട്ടുണ്ട്. അപ്പസിന് വേണമെന്നാണോ പറഞ്ഞേ? കഴിക്കാൻ നോക്കിയാൽ സൂപ്പറായിട്ട്. സാമ്പാറാണോ? എന്താടാ നോക്കിയിട്ട് ജലദോഷം കളഞ്ഞു കൊടുക്കുമോ? കാണാൻ മീനക്ക് എങ്ങനെ സാമ്പാർ രസം ഉണ്ടോ? അച്ഛനെടുത്ത് ഇങ്ങനെ കൊട്ടി ഞെട്ടിക്കൽ ബിരിയാണി അത്ര വേണ്ട. കേക്ക് ഉണ്ടോ ഞങ്ങള് പറയണത്? എങ്ങനെ ഞെട്ടിക്കൽ ബിരിയാണി കഴിക്കുമ്പോ അങ്ങനെ ഇടക്കിടക്ക് ഞെട്ടിക്കും. അങ്ങനെ അതന്നെ, അത് ചാടൻ ബിരിയാണി. ഓക്കെ നമുക്കിനി ചിരാത് എടുത്തു വെക്കാം. ഞാൻ ഇന്നലെ ചിരാത് വേറെ എവിടെ വെച്ചു എന്നൊക്കെ വിചാരിച്ച് ഞാൻ അമ്മോട് അടുപ്പിന്റെ അടിയിലൊക്കെ നോക്കാൻ പറഞ്ഞിട്ടോ. വിചാരിച്ച വേറെ എവിടെയാണെന്നില്ല, ഇവിടെ തന്നെയായിരുന്നു. എനിക്ക് ചീത്ത വെക്കാനത് പാടില്ല. എണീറ്റ് വന്ന് അവനും നോക്കാൻ തുടങ്ങി. നോക്കുക മേലെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ നമുക്ക് സ്റ്റൂളോടെ വെക്കാം. ബിക്കോസ് ഓഫ് നമ്മളെ കണ്ണൻ നീലവാനച്ചോലയിൽ നീന്തിടുന്ന. ഇനി ഞാനൊന്ന് കുളിക്കട്ടെ. അമ്മയൊന്ന് കുളിച്ചിട്ട് കേട്ടമ്മ. ജിമ്പുവ അവിടെ ബ്ലെൻഡർ ഉണ്ട് കേട്ടോ. അവിടെ ബ്ലെൻഡർ ഏതെങ്കിലും സോപ്പിന് അടിയിലുണ്ടാവും. കണ്ണനോട് നോക്കാൻ പറഞ്ഞാൽ അവൻ നേരെ നോക്കും അടിക്കൂടെ. സോപ്പടിയിലും തെരഞ്ഞിടാ. എന്റെ സ്റ്റാൻഡ് എടുത്തത് എന്തായാലും ഈ ഫോൺ വന്നതിന് ശേഷം ഭയങ്കര ഐശ്വര്യട്ടമ്മ. അവ സ്റ്റാൻഡിന്റെ അടുത്തേക്ക് പോണില്ല. എന്താണാവോ സമാധാനക്ക് ചമ്മന്തി കാവടി കാരണം കാവടി കേട്ടോ. കാവടി കാവടി വളയും പോലെ ഇങ്ങനെ വളയും. അപ്പൊ നമ്മളിങ്ങനെ ആക്കും. അല്ല കടിച്ചേ കടിച്ചേ കടിച്ചേ
അതാ അപ്പു കിട്ടി. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ആരവിടെ ഉറങ്ങാൻ കിടന്നത്? ആരവിടെ? എനിക്ക് പണികളില്ലേ? എനിക്ക് കുളിക്കണ്ടേ? സമയം 11 മണിയായി. കണ്ണാ കണ്ണു ജിംബുവാ. അതാ ചേച്ചി വരുന്നു. വേഗം എടുത്ത് വെച്ചോ, വേഗം എടുത്ത് വെച്ചോ, വേഗം എടുത്ത് വെച്ച്, തുണി എടുത്ത് വെച്ച്. ആ ആ അടച്ചോ അടച്ചോ അടച്ചോ. ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഒരു ഷോർട്സിന്. മറ്റേ ഫോണിനെക്കാട്ടിലും, അതായത് എൻ്റെ ഐഫോൺ SE-നെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല വോയിസ് ക്ലാരിറ്റി ഉണ്ട്. നന്നായിട്ട് പെട്ടെന്ന് നല്ല വോയിസ്, ഒരു ബാസ് വോയിസ് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഫാനിൻ്റെ ഒക്കെ സൗണ്ട് നന്നായി കേൾക്കുന്നുണ്ട്. പക്ഷേ വിൻചേട്ടൻ എൻ്റെ ഫോണിൽ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ഗാലറിയിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ കൂട്ടുന്നത് കുറയ്ക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എങ്കിൽ പോലും നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്ന വേണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈച്ച് വീഡിയോസ് നമ്മളിങ്ങനെ എന്താ പറയുക കറക്റ്റ് അത് നോയ്സ് ക്യാൻസലേഷനൊക്കെ കൊടുത്ത് മാറ്റുമ്പോഴേക്കും ഒത്തിരി സമയം എടുക്കില്ലേ. അപ്പോൾ മൈക്ക് ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ മൈക്ക് ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ഇനി മൈക്ക് വെച്ചിട്ട് ചെയ്യാം. ഞാൻ ആക്ച്വലി നോക്കുമായിരുന്നു എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുമ്പോൾ സംഭവങ്ങളെന്നൊക്കെ. പക്ഷേ എങ്കിലും സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ. ഇന്നത്തെ വീഡിയോസ് ഫുൾ വീഡിയോ ഞാൻ നോക്കിയിട്ടില്ല. ഷോർട്സ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നോക്കിയതാണ്. അല്ലാത്തത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അതായത് മൈക്കിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷോർട്സ് വോയിസ് ഓവർ ചെയ്യാനായിട്ടൊന്ന് മൈക്ക് എടുക്കട്ടെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം എൻ്റെ മൈക്ക് ഏതാണ്. എൻ്റെ അല്ല കേട്ടോ, വിൻചേട്ടൻ്റെയാണ്. കാണിച്ചു തരാം. സി, ഇതാണ് മൈക്ക്. ഇതിൽ കണക്ടർ ഉണ്ട്. എൻ്റെ മറ്റേ ഫോണിൽ കണ്ണാ തുണികൾ വലിച്ചിടല്ലട കൊണ്ണു കൊണ്ണു കൊണ്ണു. ഇതാണ്. ഇത് നമ്മൾ ഈ ചാർജ് ചെയ്യുന്ന ആ ഭാഗത്ത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഈ ഭാഗം ഫ്രണ്ടിലേക്ക് വെച്ചിട്ട്, മൊബൈലിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതൊന്ന് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ വരും. രണ്ടിലും ഗ്രീൻ വരും. ഓക്കെ, ഇത് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോഴാണ് ഇതിൽ ഗ്രീൻ വരും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ബ്ലൂ അല്ലേ, അപ്പോൾ ഇനി കണക്ട് ചെയ്യുമ്പോൾ രണ്ടും ഗ്രീൻ ആവും കേട്ടോ. ഞാൻ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കാണിക്കും, കാണിച്ചു. ഓക്കെ, ഇപ്പം ഇതിൽ ഇപ്പം ഞാൻ കണക്ട് ചെയ്ത് ഗ്രീൻ ആയിട്ടോ. കണ്ണാ കുടുങ്ങിയ അമ്മ ഹെൽപ്പ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. അടച്ചോ. ഓക്കെ, അപ്പം ഞാനിന്നിനി വോയിസ് ഓവർ കൊടുക്കട്ടെ. എന്നിട്ട് നമ്മൾ മാഗ്നറ്റ്, ഇത് മാഗ്നറ്റാണ്. മാഗ്നറ്റ് എടുത്തിട്ട് എവിടെയാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ലിപ്പിൻ്റെ അവിടെ ഇങ്ങനെ വെക്കാം. പക്ഷേ ഭയങ്കര ഒരു ബാസ് വോയിസ് ആവും. അതിൻ്റെ അത്ര ആവശ്യമില്ല. കുറച്ച് വിട്ടു പിടിക്കുകയാണെങ്കിൽ സെറ്റാണ് കേട്ടോ. പിന്നെ ഒരു സാധനമുണ്ട്, പൂച്ചയുടെ രോമമുണ്ട്. പൂച്ചയുടെ രോമമാവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കാല് കുടുങ്ങി. ഓക്കെ, അപ്പം ഞാൻ പോയിട്ടൊരു ഷോർട്സ് വോയിസ് ഓവർ ചെയ്യട്ടെ ഗൈസ്. അയ്യോ, പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാണല്ലോ അപ്പം തന്നെ നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിസ്സാവും. മാഗ്നറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അയ്യോ കണ്ണാ, തുണിയാ അവിടെ. കുഞ്ചുമണീനെ എത്ര നേരം ഓർക്കാൻ നോക്കി. കുഞ്ചുമണി അതിലുണ്ട്. ഷീബച്ചിയെ നോക്കണക്ക. One, two, three, 4, 5, 6, 7, 8, 9, 10. തരട്ടെ. എപ്പടാ എത്താ? പൊട്ടിയാ? അപ്പൊ എത്താനായിട്ടുണ്ടാവും.
അങ്ങനെ 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 ഇത് അങ്ങോട്ട് നോക്കിയേ, ഫാന് നോക്കിയേ, ഫാന് ഫാന്. അങ്ങനെ മേലെ കാറ്റ്. കേട്ടോ തൊഴുത കണ്ണാ, കാത്തുരക്ഷിക്കണേ കണ്ണാ. ദേ അവിടെ കണ്ണൻ, ദേ കണ്ണൻ, ദേ കണ്ണൻ. ഫോൺ ഇങ്ങനെ വെക്കുമ്പോ ഫോണിലേക്ക് നോക്കണേ. കണ്ണാ കാത്തുരക്ഷിക്കണേ കണ്ണാ, അവിടെയാണ് കണ്ണൻ. ഇതെന്താ ഈ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കണല്ലേ? കൊള്ളാലോ ഈ അമ്മ. ഇത് പൊന്നാണ്, നമ്മുടെ പൊന്നാണ്. ഈ കട്ടിൽ ഇങ്ങോട്ട് കയറ്റി വെച്ചപ്പം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഫാൻ ഓൺ ആക്കാൻ. കണ്ടോ, ഈ കട്ടിലിൻ്റെ അപ്പുറത്താണ് സ്വിച്ച് ബോർഡ്. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്താണെന്നറിയോ, ഫോണിൻ്റെ സ്റ്റാൻഡ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തവളേനെ വരെ ഓടിച്ചു വിട്ടത് ഈ സ്റ്റാൻഡ് വെച്ചിട്ടാട്ടോ. ഇനി അപ്പം അപ്പൂസിന് അങ്ങോട്ട് പോവുക, അമ്മ കണ്ണൻ ബേബീനെ ഉറക്കട്ടെ. വയലിടണ്ട, കണ്ണൻ ബേബി അങ്ങനെ വയലിടും. ഇനി ഞാൻ കണ്ണനെ ഉറക്കാൻ പോവാണ്. കണ്ണോ അവന് പൊണ്ണ് ഉറങ്ങില്ലേ? ഇനി അങ്ങനെ പാടില്ല പറ അപ്പു. കണ്ണാ അപ്പു ചേച്ചി അങ്ങനെ പാടില്ല, അത് ബാഡാ. അപ്പോൾ ഈ തുണി ആ പാത്രത്തിലേക്ക് ഒന്ന് ഇടുമോ? താങ്ക് യു. ഗുഡ് ഗേൾ. കണ്ണൻ ഉറങ്ങിയിട്ട് വേണം എനിക്ക് റൂമൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഗൈസ്, ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. വിൻചേട്ടൻ ഇരിക്കുന്ന ഇവിടെ വെറുതെ. ഞാൻ കാണിച്ചു തരാം സംസാരിക്കാനായിട്ട്. ഞാൻ ആക്ച്വലി ഓഫീസ് ഓപ്പണിംഗ് 5-ാം തീയതിയാണ് ഓപ്പണിംഗ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 5-ാം തീയതിയാണ് ഓപ്പണിംഗ്. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ഒരു മീറ്റപ്പ് ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത്. താങ്ക് യു. സംസാരിക്കാനായിട്ട് ഇരിക്കുകയാണ്. സംഭവം എന്താണെന്നറിയോ, ഇന്നലെ ലോഗോ ബോർഡൊക്കെ ഫിക്സ് ചെയ്തപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞു മറ്റേ എന്തായിരുന്നു, ഡോപ്പാമിൻ. യെസ്, അത് വർക്ക് ചെയ്തു. അതിൻ്റെയാണ്. നൈസാണത്, നൈസ് സൈനാണത്. ജീവിതം എങ്ങനെ പോണു? ഹാപ്പി അല്ലേ? ഞാൻ അപ്പനോട് ജിമ്മിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഞങ്ങളുടെ മക്കളെ ജനിച്ചിട്ട് ചോദിച്ചു. ജിമ്മ് പറഞ്ഞു ഹാപ്പിയാണെന്ന് പറയും. അല്ല അപ്പു പറഞ്ഞു, ജിമ്മ് പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ പക്ഷെ നല്ലതായത് നന്നായി. ഞാൻ ആക്ച്വലി ഭയങ്കര ബ്ലസ്ഡ് ആണ് ആക്ച്വലി പല കാര്യത്തിലും. പക്ഷെ ഇപ്പം യൂട്യൂബ് ചാനലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യൂ ഒന്നുമില്ല. ചില സമയത്ത് 2K അടിക്കും. പക്ഷെ ഇന്നലത്തെ 2 വീഡിയോ ഒക്കെ 10 out of 9 ഒക്കെയാണ്. പക്ഷെ ഞാനതൊന്നും വറി ചെയ്യുന്നില്ല. ശരിയാവും. ചിലപ്പോൾ ശരിയാവുന്നില്ല. ചിലപ്പോൾ എൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഓരോ വീഡിയോയിൽ. അങ്ങനെ അത്രയേ ഉള്ളൂ. യെസ്. ആഹാ, എന്നലങ്കോലമായ റൂം. നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ ഞാനൊന്ന് സാധനമൊക്കെ എടുത്തേക്ക് കേട്ടോ. അതായത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ വീക്ക് വരുന്ന ചെടികളെടുക്കാൻ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകും. ചെടികളെടുക്കാൻ പോകുമ്പോൾ വീഡിയോ ചെയ്യാൻ ഒരു കണ്ടന്റ് ആയിട്ട് പരിപാടി. ഇന്ന് വേണ്ട ബ്രോ, മിക്കതും ചിലപ്പോൾ ഇന്ന് അടയ്ക്കും. സൺഡേ ഒക്കെ അല്ലേ. അപ്പൊ നമുക്ക് കമ്മിങ് ഒരു ചെടി പർച്ചേസിങ് വീഡിയോ കാണാം കേട്ടോ. ഞങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് അടയ്ക്കണ ചേട്ടൻ നിർത്തിട്ട് വരും ചെയ്യാം. എനിക്കൊരു വീഡിയോ ചെയ്യല. വാട്ട്സ് ഇൻ മൈ ജിം ബാഗ്. ഞാൻ ആക്ച്വലി മൈക്കും ഫോണും വന്നിട്ടാണ് യൂസ് ചെയ്തിട്ട്. വാട്ട്സ് ഇൻ മൈ ജിം ബാഗ് ആവശ്യത്തിന് അത്ര വലിയതാണല്ലോ, അത്യാവശ്യം ഉണ്ടല്ലോ കാണിക്കാൻ. വാട്ട്സ് ഇൻ മൈ ജിം ബാഗ് ചെയ്യണം. പിന്നെന്താ, ലൈറ്റൊന്നും വേണമെന്നില്ല. ഇപ്പം ലൈറ്റിൽ വിനിച്ചേട്ടൻ അവിടെ മേലത്തെ റൂമിൽ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. ബോക്സ് ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇപ്പം നാളെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ചിട്ട് ഈ മനുഷ്യൻ്റെ എന്തോരം ബോക്സ് ഇതൊക്കെ എടുത്ത് വലിച്ചിട്ട് ഞാൻ മേലെ, അതായത് നമ്മുടെ ടെറസിൻ്റെ മേലെ ഒരു റൂഫായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം കൂടെ ഡംപ് ചെയ്യണം കേട്ടോ. പക്ഷെ ഞാൻ ഇന്നലെയാണ് ഞാനത് റിയലൈസ് ചെയ്തത്.
ജിംബ് ബോക്സ് എടുത്ത് കളിക്കുമ്പോൾ ഞാൻ ബോക്സ് എടുത്ത് വെച്ചു. ആക്ച്വലി വാല്യുബിൾ ആയിട്ടൊരു മെമ്മറി ആണല്ലേ. ഒരു കാര്യങ്ങൾ നമ്മൾ ഒരിടത്ത് ചെയ്യുമ്പോൾ അത്ര വലിയ സംഭവം വിചാരിക്കില്ല. പക്ഷെ അവനവൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് നമുക്ക് അതൊക്കെ റിയലൈസേഷൻ വരുന്നത്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മിഠായി ജോർജ് ചേട്ടൻ കോപ്പിക്കോ മറ്റേ പായസം മിഠായി കുറെ മിഠായികൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് കൊടുത്തു. ഓ ആർക്ക് അച്ഛൻ പാട്ടം കഴിച്ചോട്ടെ. അച്ഛമ്മ കഴിക്കട്ടെ. അച്ഛമ്മക്ക് ഇഷ്ടമുള്ള മിഠായിയാ ജിംബോ. വേണ്ട ജിംബോ. ജാനിമൻ ജാനിമൻ മൂത്രം ഒഴിച്ചോടാ കൊഞ്ചിടോ തന്ന നിക്കടാ അവിടെ. ആരത് അവിടെ കൊഞ്ചിടോ. അപ്പോ അമ്മയുടെ ഒരു കുഞ്ഞിപ്പണി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് പണിയുള്ളത് പിന്നെ വേറെ വിശേഷം പറയാണ് കേട്ടോ. നമ്മുടെ വീട്ടില് ബയോഗ്യാസ് പ്ലാന്റ് വെക്കണം. നമ്മുടെ വീട്ടില് വേസ്റ്റ് ഭയങ്കര പ്രശ്നമാണ്. അതായത് 7 സെന്റ് സ്ഥലമേ ഉള്ളൂ. അപ്പൊ അതിൻ്റെ ഇടയിൽ വേസ്റ്റ് ഇടാനുള്ള സ്പേസ് നമുക്ക് ഇല്ല. അപ്പൊ നമ്മൾ ഫൈനലി ഇപ്പൊ ആദ്യമൊക്കെ ഒരു ബക്കറ്റൊക്കെ വെച്ച് അതിനൊരു ഹോളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു. വേണമെന്നുള്ളത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ബയോഗ്യാസ് നമുക്ക് കോസ്റ്റ് വന്നിരിക്കുന്ന അറൗണ്ട് 3000 ആണ് കേട്ടോ. 5000 നമ്മൾ ഫസ്റ്റ് പേ ചെയ്യണം. പിന്നെ ബാലൻസ് എമൗണ്ട് അവർ വന്ന് ഡെലിവറി ചെയ്യുന്നു. അവർ വന്ന് ഫിറ്റ് ചെയ്യും. സ്റ്റവും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഡെയിലി ആയിട്ടുള്ള ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ 5000 rupees വെച്ചിട്ട് ഞാൻ പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാറ്റാം. കുളിപ്പിക്കണ്ട അല്ലേ കണ്ണനെ? വൈകുന്നേരം കുളിപ്പിക്കല്ലേ? ഇനിയെങ്കിലും ഈ ബട്ടൺ ഇടൂ. ഈ ബട്ടൺ ഇടുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല. ഓക്കെ, നമ്മുടെ റൂം ഈസ് സെറ്റ്. കടമെടുക്കും മുറ്റത്തെ കല്യാണത്തൈ ഗൈസിന് ഞാൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ പോവാണ്. കാരണം അധികം നേരെ റൂമിൽ പോയിട്ടാണ് കേട്ടോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ മൈക്കുണ്ട്. അപ്പം മൈക്ക് വെച്ചിട്ട് വോയിസ് ഓവർ ചെയ്യാം. നമുക്ക് ഒരു 11 മണിക്കാണ് നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്തിരുന്നത് കേട്ടോ, അപ്ലോഡ് ചെയ്തിരുന്നത്. പക്ഷെ എൻ്റെ ഉറക്കമൊക്കെ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് ഇപ്പോൾ. കാരണം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാൻ നോക്കാറുണ്ട്. പക്ഷെ ഇപ്പം 1 മണിയൊക്കെ ഉറങ്ങാൻ. പണ്ട് രാവിലെ എണീക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ണിന് വയ്യാത്തതുകൊണ്ട് കുറച്ച് ദിവസം എനിക്ക് ആകെ തല തിരിഞ്ഞു. അപ്പോൾ നമുക്കൊരു 7 മണി 8 മണി ആ സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെയാണ്. അതായത് ഇന്നിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, നാളെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി വോയിസ് ഓവർ ചെയ്യട്ടെ. കാരണം ഇത് അറ്റ് എ ടൈമിൽ നമുക്കെല്ലാം പെട്ടെന്ന് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ കുറച്ച് പോർഷൻസ് ഒക്കെ കാരണം നമ്മൾ തന്നെ തിരക്കാവുന്ന സമയത്ത്, അതായത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തേക്ക് മക്കൾ വരാം. അപ്പോൾ അതിനോട് പോകണം. അപ്പോൾ അവർ കുറച്ച് നേരം പെയിൻറ്റ് ചെയ്യാൻ പോയിരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പരിപാടികൾ വന്നോ. എവിടെ? മുറ്റത്താ? അയ്യോ, മടിച്ചു വരയ്ക്കണം. അപ്പുനെ പറയണ എന്തിനാ? അപ്പൊ അമ്മമ്മോട് പറഞ്ഞു കൊടുക്കണ്ട ഇടണ്ടാന്ന്. ആ അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പൂനെ അറിയില്ലല്ലോ. അപ്പന് പറഞ്ഞാൽ മതി. അപ്പു ഇല്ല, അല്ല, അത് അറിഞ്ഞിട്ട് ചെയ്യണത് അറിയാതെ ചെയ്യണത് വ്യത്യാസല്ലേടാ. അത് കുഞ്ഞല്ല, അതിന് അറിയാനുള്ള ബോധം.
വേണമെന്ന് വെച്ച് ചെയ്ത് നമ്മളെന്ന് ഇടി കിട്ടും. അപ്പു നീ ഒരു വയസ്സാണോ? അമ്മ പറയാം. അപ്പൊ സന്തോഷാവും മുത്തിന്. ശരി, കണവേ പെണിച്ചിട്ട് പറയാട്ടോ. എന്ത് മന്തിയാ? കുഴിന്ന് മനസ്സിലായി. എന്ത് കുഴിമന്തിയാ? ചിക്കൻ, മട്ടൺ ഓർ പ്രോൺസ്, സീ ഫുഡ്? ജിമ്പു, അപ്പു 4 ചൂട് പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈയും കൊണ്ടുവരുമോ? ഓക്കെ, ചിക്കൻ പൊറോട്ട മതി. ചൂട് വേണേ. അച്ഛടാ, അമ്മ ലൈവൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് എൻ്റെ കുഞ്ഞി പെണ്ണ് ഒന്നുറങ്ങി. ഒന്നിതെവിടെ കിടത്തട്ടെ. കപ്പലണ്ടി കളിച്ചിട്ടുണ്ടോ? കുറച്ച് റോസ്റ്റിങ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ചെയ്തിട്ട് മേലേക്കൊന്ന് പോയി ലൈവ് ചെയ്യാം. അപ്പോൾ ഒന്ന് മുറുകിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാനൊരു 160-ലൊരു 10 മിനിറ്റ്സ് ആയിട്ടത്. ഇടയ്ക്കൊന്നിങ്ങനെ നമ്മളിങ്ങനെ തട്ടി കൊടുക്കണം, ഇളക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. സംഭവം സെറ്റാ കേട്ടോ. എവിടെ അപ്പൊ കീ വെച്ച് ചിമ്പോ ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ കേറടാ. അപ്പൊ ഈ ഷൂ ആണോ ഇട്ടെ? ആ കേറ്. അതിന് എനിക്കാണോ? അവന് ഇരിക്കണേ ഇഷ്ടല്ല കേട്ടോ. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ളൊരു ഇതാണ് അവന്. അപ്പൊ നമ്മുടെ ഇന്നിപ്പോ എവിടേക്ക് പോണേ? മദീനക്കല്ലേ പോണേ? പൊറോട്ട വാങ്ങിക്കാനല്ലേ? പൊറോട്ടയും ഓക്കെ. മോംസ് മാജിക്കിന്റെ പുതിയ ബിസ്ക്കറ്റ് അല്ലേ? ആ ചെരുപ്പും ചവിട്ടാത്ത അവിടെ നേരെ കാണും. ജിമ്പ് തമാശ കളിക്കില്ല കേട്ടോ. എന്തിങ്ങനെ നടക്കണ ബ്രോ? അക്കി ഒന്ന് കൊടുക്കോ? മൈക്കണ്ടല്ലോ. ഓക്കേ, എന്നിട്ട് ഫസ്റ്റ് പഴംപൊരി. ഇല്ല, അത് നിനക്ക് വേണ്ടല്ലോ, എനിക്ക് വേണ്ട. ആ വെയിറ്റ്, മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. അപ്പം പൊറോട്ട ബീഫ് വന്നപ്പോ മൈക്കൊക്കെ തന്നു. കൈ പ്ലേറ്റ് മാറ്റിയതാ.
അണ്ണാ അണ്ണാ അച്ചോട് പറഞ്ഞേ. പൊന്നോ പൊറോട്ട നന്നാവണം അല്ലേ? സാമ്പാർ നന്നാവണം. എന്നാലും എങ്ങനെയുണ്ട് ചിമ്പു? പഴംപൊരിയും ബീഫും. സോറി, നീ ഒന്ന് കഴിച്ചു നോക്കിയേ പഴംപൊരിയും ബീഫും. സീരിയസ്ലി എങ്ങനെ വരും? പഴംപൊരിയും ബീഫ് കേട്ടോ. തേവരൊക്കെ പോയി. പൊടി 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 കടിക്കും 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 കടിക്കും. ഉണ്ട് ഇനി ഞാനൊന്ന് എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. കാരണം ചേട്ടൻ്റെ അടുത്താണ് കാരണം. അപ്പോ അതാ അയ്യോ കണ്ണ കണ്ട അവിടെ കണ്ടോ? വിഷയം മാറ്റണോ? പറയേ ചേട്ടാ ഒരു ചിക്കൻ റോസ്റ്റ് പറയടാ. ജിംബു ഇടക്കിയേ അടുത്ത പ്രാവശ്യം തേർഡിലേക്കാണ്. നാണൊക്കെ പോവാൻ തുടങ്ങാനായി. വെക്കേഷൻ കഴിഞ്ഞ് കാണാൻ പോവും. ഗോ ശരിയാ. എന്ത് പശു? ആദ്യം ടേസ്റ്റ് ചെയ്തൊക്കെ യമ്മിയല്ലേ? കണ്ടാ തോന്നുന്നുണ്ട്. മോംസ് മാജിക്ക് പോയി വാങ്ങിച്ചിട്ട് വാ. ഒരു പാമ്പേഴ്സിന്റെ പാക്കറ്റ് വാങ്ങിക്കണം ജിംബോ. ജിംബോ പാമ്പേഴ്സ് കേട്ടോ. കരയല്ലേ കരയല്ലേ പറയണ കേക്ക്. ഓ അവൾക്ക് ലാസ്റ്റ് ഇറങ്ങാനാ. ജിംബ അപ്പൂന് ഇറങ്ങാൻ നേരമായപ്പോഴേ തിരക്കാവും പോകുന്ന വിചാരിച്ചിട്ട് നിന്നോട് പറയണേ. നീ ഇട്ട് കൊടുക്കണം ജിംബു.
അത് ലോക്കാണ്, അതിന്റെ ഒടിഞ്ഞു പോരൂട്ടാ. എന്താ അവിടെ ഒരു സൗണ്ട്? ജിമ്മ ഇറങ്ങടാ. ഡോറ് നിനക്ക് കിട്ടൂടെ? അത് ഇറങ്ങാനായപ്പോ നിങ്ങൾ പോകുന്ന വെച്ചിട്ടാ ജിമ്പ ഏതാ മുതലെന്ന് അറിയാവള്. അപ്പുസേ നോക്കട്ടെ, മുഖം നോക്കട്ടെ. നമ്മളാരും കൊണ്ടുപോയില്ലല്ലോ. നോക്കിയേ അമ്മയുടെ അമ്മ അമ്മ വേണ്ട വേണ്ട വേണ്ട. എന്റെ പൊന്നെ ബാ. എന്തിന് അതാ അച്ഛൻ പാപ്പു ഹായ് പറയ കണ്ണ. ഹായ് സന്തോഷായി അത് പറഞ്ഞപ്പോ. ചക്കര പോയുള്ളല്ലേ? അവർക്കൊക്കെ ഇഷ്ടമാണ്. അവർക്ക് കുഞ്ഞിക്കൊല കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല എന്നാ പോട്ടെ. ഇനിയിപ്പോ ഇറങ്ങി കഴിഞ്ഞാ പിന്നെ അപ്പൊക്കെ മണ്ണ് കളിക്കാൻ നോക്കിയിരിക്കുക. ശരിട്ടെ പപ്പാന്ന് ഇറങ്ങട്ടെ. എളമോ എളമാ ഇന്ന് ഇറങ്ങട്ടെട്ടാ. അതെയാ കവറ് എന്താ ജിംബോ? ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണരുത് പറയാനല്ലോ ജിമ്മനോട്. കാണൂട്ടോ രുദ്രാക്ഷ് രുദ്രാക്ഷ്. എന്തിനാ ജിംബ അച്ഛ വിളിച്ചേ? എന്തിനാ പച്ച വിളിച്ചിട്ടുണ്ടായിരിക്കാ? അച്ഛൻ എന്തിനാ വിളിച്ചപ്പോ? ലൈഫ് നോക്കാൻ. ലൈഫ് എങ്ങനെയുണ്ട് പറയാനായിട്ട്. ലൈഫ് അപ്ഡേറ്റ്സ് പറ. ജീവിതമൊക്കെ എങ്ങനെ പോണു മക്കളെ? ഹാപ്പിയാണോ? അയ്യോ സോറി. പറ. വിഷമൊന്നുമില്ല. ഞങ്ങളുടെ പാരന്റിങ് ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങളെ വളർത്തുന്നതൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഞങ്ങളെ മോളായി ജനിച്ചിട്ട്? സൂപ്പറാണോ? എന്തിനാ? മുടി വരുമല്ലോ. അത് നമ്മള് കണ്ണ ബേബിക്ക് വേണ്ടിട്ട് മാത്രല്ല. പിന്നെ വേറെ എങ്ങനെയുണ്ട് ബാക്കി ജീവിതമൊക്കെ എങ്ങനെ പോകും? വിഷമൊന്നുമില്ലേ? ടെൻഷനൊന്നുമില്ല? ഫുള്ള് ഒരു സ്ട്രെസ് ഒന്നുമില്ല? അത് ഏജ് ആയിട്ടില്ല. അതാണ് നിന്റെ മുടി കളയാൻ പ്രശ്നം. വേറെ ഒന്നുമില്ല. പിന്നെ അപ്പൊ ലൈഫ് സെറ്റ് ആണോ? മുടി കളർ ചെയ്യണ്ട, അതാണ് നിന്റെ പ്രശ്നം. ഇയാളുടെ ലൈഫിന്റെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഹാപ്പി ആണോ ഇയാള്? അല്ലേ? എന്താ അതെ ഇപ്പൊ ഈ പരിപാടി ഇല്ല കേട്ടോ. പറയൂ പറയൂ പറയൂ. ഈ ആച്ചടി കേക്കട്ടെ. പറയും. പാട്ടാണ്, പ്രേതപ്പാട്ട്. ഒരു ടെൻഷൻ ഓഫീസ് അങ്ങനെ സെറ്റ് ആവുന്നു. എനിക്കറിയാം. അമ്മ അന്ന് വീഡിയോയില് പറഞ്ഞില്ലേ? മനസ്സിലാക്കി തുടങ്ങിയോ? പക്ഷെ അമ്മേനെ മനസ്സിലാവില്ല. അമ്മേനെ മനസ്സിലാവും. നമ്മള് മറ്റേ ബ്രഷ് ചെയ്തിട്ട് മറ്റേ പേസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടാത്തത്, പിന്നെ ടീഷർട്ട് ഊരിയിട്ട്
ആ പിന്നെ അതൊക്കെ അല്ലേ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ? അത് നിന്റെ ടെൻഷനില് പറഞ്ഞല്ലോ. ആ അല്ല പിന്നെ ഇൻസേർട്ട് അല്ല കുറ്റം. ആ പിന്നെ അല്ലാതെ ഇങ്ങനെയാണോ പറയാ? ആ പറയ് ഇയാളുടെ എന്നിട്ട് ഞാൻ പറയാം. പക്ഷെ ഇയാള് എന്താ പറയാ കുറച്ചും കൂടെ ഒന്ന് ഒരു എന്താ പറയാ എപ്പോഴും ഇയാൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇയാളെ ഫേസ് ഇരിക്കുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും സെറ്റ് ആവാണ്ട്, കാശ് കടണ്ട്, അതൊക്കെ മാറണം. അതൊന്നും പോരാ. എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട് അവിടെ ഇപ്പോൾ നമുക്ക് ഓഫീസ് ഓപ്പണാക്കിയിട്ട്? 20 ആയില്ലേ? ഞങ്ങൾ നമ്മോട് പറയരുത് 15 എന്നൊക്കെ പറഞ്ഞിരിക്കുക ഞാൻ നമ്മോട്. പക്ഷെ ഇപ്പൊ ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്ക് 20 lakhs ഇപ്പൊ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ക്യാമറകളൊക്കെ മേടിക്കുമ്പോൾ കൂടുതലാണ്. അമ്മ പറഞ്ഞ കേൾക്കാം. അമ്മയുടേത് എനിക്ക് അങ്ങനെ സ്ട്രെസ് ആക്ച്വലി കുറയുന്നുണ്ട് എനിക്ക്. ഞാൻ അപ്പൊ അങ്ങനെ ഒരു കൂടുതല് അല്ല എന്നാലും അങ്ങനെ മുന്നത്തെ പോലെ അങ്ങനെ കൂടുതലുണ്ടോ? ആ കുറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ജിമ്മിൽ പോകുമ്പോ എനിക്കൊരു കുറച്ച് നല്ലൊരു വേറെ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് യൂട്യൂബിൻ്റെ ഇയാളോട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യൂട്യൂബ് ചെയ്യുമ്പോ വലിയ സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, പക്ഷെ ആക്ച്വലി സ്ട്രെസ് ഒക്കെ ഉണ്ട് കേട്ടോ. കമന്റുകൾ വരുമ്പോ ചേച്ചി എന്നാ വീഡിയോ ചെയ്യണം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ട്. അത്രേ ഉള്ളു. അതിപ്പം എന്നാലും എനിക്കൊരു വേറൊരു ജോലിക്ക് പോകുന്നതിന്റെ അത്രയ്ക്ക് കൂടുതൽ സ്ട്രെസ് ഇല്ല. അതൊരു സമാധാനമാണ്. പിന്നെ ഈ കാര്യങ്ങളിലേക്കും എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. കാരണം നമ്മൾ ഒരുമിച്ചുള്ള സ്പേസ് ഭയങ്കര കുറഞ്ഞിട്ടുണ്ട് ഇപ്പം. ഞാൻ 2-3 സാരി വാങ്ങിക്കട്ടെ. എന്താ അല്ല ഒരു ബയോഗ്യാസിന് കാശ് കൊടുക്കണേ ഗായ്സ്. ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊണ്ടോ ബയോഗ്യാസ് വാങ്ങിക്കുന്നത്, എൻ്റെ സ്വന്തം ഏണിങ്സ് വെച്ചിട്ട്. മിണ്ടല്ലേ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും പറ്റണില്ല കേട്ടാ. ഞാൻ കറുത്തു പോയി. അല്ല ജിംബോ അന്ന് ജിമ്മിൽ പോയി മനസ്സിലായില്ലേ? സൺസ്ക്രീൻ ഇട്ടിട്ട് അത് ജിംബോ അങ്ങനെയല്ല. ചിലപ്പോ നിനക്കത് യൂസ്ഫുൾ ആവും, പക്ഷെ സൺസ്ക്രീൻ നീ അങ്ങനെ പറയല്ല ജിംബോ. പ്ലമ്മിന്റെ സൺസ്ക്രീനാണ്. സൺസ്ക്രീം അല്ല സൺസ്ക്രീൻ. ഞാൻ പറയട്ടെ, സൺസ്ക്രീൻ ഉണ്ടല്ലോ, പ്ലമ്മിന്റെ സൺസ്ക്രീനും പിന്നെ പ്ലമ്മിന്റെ തന്നെ മോയ്സ്ചറൈസർ എടുത്തോട്ടോ ഞാൻ. ബ്രോ ഭയങ്കര എൻ്റെ ഫേസ് ഭയങ്കര ഫെയ്ഡായി. അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പാണ്. ഇനി ഇയാളൊന്നും ഉപയോഗിച്ചു എനിക്കൊന്നും അറിയില്ല. അവൾ കറക്റ്റ് വെക്ക. അപ്പൊ ആദ്യമൊക്കെ നിരത്തി വെക്കടാ. അമ്മ ഹെൽപ്പ് ചെയ്യണോടെ പൊന്നെ.